ഹായ് ഫ്രണ്ട്സ്, ഞാൻ പല വീഡിയോയിലും കാട്ടിയിട്ടുള്ള എൻ്റെ വീട്ടിൽ ആ കൊച്ചു അമ്പലത്തിലെ പൂജയായിട്ടൊന്ന്. അപ്പോൾ അവിടത്തേക്കായിട്ട് നമ്മൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് പൂക്കളൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട്. ചെത്തിപ്പൂ, ചെമ്പരത്തിപ്പൂ, അതുപോലെ തുളസിലൊക്കെ നന്നാക്കിയിട്ടുണ്ട്. പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡ് ആണെങ്കിൽ ദൈവങ്ങൾക്ക് ചാർത്താനുള്ള പൂമാലയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. പാമ്പലുമോളത് ആ നൂലൊക്കെ എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഈച്ചശല്യം കേട്ടോ. നിങ്ങളുടെ വീട്ടിലൊക്കെ ഈച്ചയുണ്ടോ? ഇതിപ്പോൾ കുറച്ച് ദിവസമേ ആയിട്ടുള്ളൂ ഇങ്ങനെ വന്നുകൊണ്ടിട്ട്. നമുക്ക് പുറത്തൊന്നും വന്ന് ഇരിക്കാൻ പറ്റില്ല. നമ്മളെ വരെ എടുത്തുകൊണ്ട് പോണ പോലെ വന്ന് പൊതിയും. അങ്ങനെ പുഷ്പങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് നമ്മൾ നേരെ അമ്പലത്തിലേക്ക് വന്നു. അപ്പോൾ നമ്മൾ വന്ന് കുറച്ച് കഴിയുമ്പോഴേക്കും ശാന്തി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ശാന്തി നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട്, ദേവരാജഗിരി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം. ആ ക്ഷേത്രത്തിലെ ശാന്തിയാണ്. അവിടുത്തെ പൂജ ചെയ്യുമ്പോൾ ശാന്തി നേരെ ഞങ്ങളുടെ അമ്പലത്തിലേക്ക് വരും. ദിലീപ് എന്നാട്ടോ ശാന്തിയുടെ പേര്. ഈ ശാന്തി കുറേ ഭക്തിഗാനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ദൈവങ്ങളുടെ പ്രതിമകളൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അങ്ങനെ പൂജ കഴിഞ്ഞ് ഭഗവാന്മാർക്ക് വെച്ച പ്രസാദമൊക്കെ നമുക്ക് എടുത്തിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രസാദം എന്ന് കാണാം കേട്ടോ. ആദ്യത്തെ പ്രസാദം എന്താ, പുട്ടാണ് കേട്ടോ. പിന്നെ ഉണ്ണിയപ്പം ഉണ്ട്, ഉഴുന്ന് വട, അവൽ, മലര്, ഫ്രൂട്ട്സ്, കലക്കണ്ട ശർക്കരയൊക്കെ ഇട്ട് ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു സംഭവമുണ്ട്. ഇത് എല്ലാ ദൈവങ്ങൾക്കും ഓരോ ദൈവങ്ങൾക്കും കൊടുത്ത പാത്രങ്ങളാട്ടി കാണും. ഓരോ പാത്രത്തിൽ ഓരോ ദൈവങ്ങൾക്ക് വെച്ചേക്കായിരുന്നു. അതുപോലെ ഇതാ പായസം, ഇത് കടലക്കറി ഉണ്ട് കേട്ടോ, പുട്ടിൻ്റെ പായസം ഉണ്ട്. പിന്നെ പടച്ചോറ് എന്ന് പറയില്ലേ, എന്താ പറയുക, ഇവിടെയൊക്കെ പടച്ചോറ് എന്ന് പറയും. വെള്ളച്ചോറ് ഈ പദത്തിൽ കാണുന്നുണ്ട് കേട്ടോ, ആ പായസത്തിൻ്റെ അപ്പുറം ഒക്കെ ഉണ്ട്. ഈ ഉഴുന്നുവടി ഉണ്ണിയപ്പമൊക്കെ വീട്ടിലുണ്ടാക്കണത് കേട്ടോ. അപ്പോൾ ഉഴുന്നുവടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് കിട്ടുന്ന പോലെയല്ല ഉണ്ടാക്കുക, മിക്സ് അത് തന്നെയായിരിക്കും. പക്ഷേ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കോരി ഒഴിച്ചാണ് ഉണ്ടാക്കണം, അല്ലാതെ ആ ഷേപ്പിലല്ല കേട്ടോ ഉണ്ടാക്കുക. അപ്പോൾ നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയിട്ടുണ്ട് കേട്ടോ, ഫ്രൂട്ട്സിൻ്റെ ഇതും അതുപോലെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ആക്കിയിട്ടുണ്ട് എല്ലാവർക്കും കൊടുക്കാനായിട്ട്. പിന്നെ എല്ലാവരും കൂടി ഇരുന്ന് പ്രസാദമൊക്കെ കഴിച്ചു. ഇതാ പായസമൊക്കെ നമ്മൾ ഒരുമിച്ചാക്കി വെച്ചേക്കാം കേട്ടോ. അപ്പോൾ പ്രസാദം എന്താ, ആമ്പലുമോളും അമ്പും പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുട്ടിയായിട്ടോ കൃപൈ, അവനെല്ലാം കൂടി ഇരുന്നിട്ട് പുട്ടും കടലക്കറിയും പപ്പടവും, ആ പ്രസാദത്തിന് ഇപ്പോൾ പപ്പടം ഉണ്ടായിരുന്നു കേട്ടോ, അതേ കാണിക്കാൻ മറന്നുപോയി. പുട്ടും കടലക്കറിയും മാത്രമല്ല പപ്പടം കൂടി ഉണ്ടായിരുന്നു പ്രസാദത്തിൽ. അപ്പോൾ നമ്മളിത് അതൊക്കെ എല്ലാം കൂടെ ഒന്ന് കഴിക്കാട്ടോ. അപ്പോൾ കൃപൈ ചോദിക്കുകയാണിത് എന്തിനാണ് വീഡിയോ എടുക്കണേ, യൂട്യൂബിലിടാനാണോ എന്ന്. അപ്പോൾ അവൻ നമ്മുടെ വീഡിയോ കാണാറുണ്ട്. അപ്പോൾ അവനെ കാണുമ്പോൾ പറയും, കുഞ്ഞാവേച്ചി ഞാൻ വീഡിയോ കാണാറുണ്ട്, ലൈക്ക് ചെയ്യാറുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. അപ്പം വീഡിയോ എടുത്തപ്പോൾ ചോദിക്കുക എന്തിനാണ് എടുക്കണേ, യൂട്യൂബിലിടാനാണോ എന്ന്. ഇതിന് മുൻപ് ഞായിട്ട് ഒരു ഇതെന്താ പ്രേതാലയമോ എന്ന് പറഞ്ഞ വീഡിയോയിലും കാണിച്ചിട്ടുണ്ടായിരുന്നു, എള്ള് ചെടി. ആ ചെടിയാട്ടോ ഇത്. അപ്പോൾ അന്നത്തെ വീഡിയോ കണ്ടവർക്ക് അറിയാം, അത് ചെറിയ ചെടിയായിരുന്നു. ഇപ്പോൾ അത് എടുത്തിട്ട് 2-2.5 ആഴ്ചയായിട്ടുള്ളൂ. പക്ഷേ ഇപ്പോഴത്തേക്ക് നന്നായിട്ട് വലുതായിട്ടുണ്ട്. അതുപോലെ നിറച്ച് എള്ളുണ്ടായി നിൽക്കാം കേട്ടോ. ഇതൊന്ന് ക്ലിയർ ആവുന്നുണ്ടോ എന്നറിയില്ല. ഇലയുടെ എല്ലാ തണ്ടിനോട് ചേർന്ന് തന്നെ ചെറിയ ചെറിയൊരു ഇതുകൾ നിൽക്കണുണ്ടോ, അതൊക്കെ എള്ളുണ്ടായി നിൽക്കണതാണ്. അതുപോലെ നന്നായിട്ട് പൂവ് ഇട്ടിട്ടുണ്ട്. ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ആ 2 എള്ളിൻ്റെ ചെടിയാണ് ഉണ്ടായത്. ആ 2 ചെടിയിൽ നിറയെ ആയിട്ടുണ്ടായി നിൽക്കണേ. അപ്പോൾ അന്നത്തെ വീഡിയോയിലൊക്കെ ചെറിയ തൈയായിരുന്നു. അതുപോലെ ഞാനന്ന് ഞങ്ങളുടെ പറമ്പിൽ നെല്ലുണ്ടായി നിൽക്കണ കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ നെൽച്ചെടിയാണ് ഈ നിൽക്കണത്. ഈ നെല്ല് ചെറുതായിട്ടൊക്കെ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അന്ന് നമ്മൾ വന്നപ്പോൾ ഈ 2 നെൽച്ചെടിയും ആ നെൽച്ചെടിയുമ്പോൾ കതിരാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇന്ന് വന്നപ്പോഴാട്ടോ നമ്മൾ വേറെ 2 നെൽച്ചെടിയും കൂടെ കണ്ടത്. അതുമ്മേയും നന്നായിട്ട് കതിരുണ്ടായി നിൽക്കുന്നുണ്ട്. ഇത് വലിയ കതിരാട്ടോ. നമ്മൾ അന്ന് വന്നപ്പോൾ കണ്ടത് ചെറിയ കതിരുകളായിരുന്നു, ഇത് വലിയ കതിരേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ പൂജ കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോയി. അത് കഴിഞ്ഞ് രാത്രി 7 മണി മുതൽ 10 മണി വരെ വേറെ പൂജയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതൊന്നും വീഡിയോ എടുത്തിരുന്നില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.